എടുത്തു കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. ആരും തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണെന്ന് അന്ന് പ്രചരിപ്പിച്ചിട്ടില്ല. അബ്ദുസ്സമി എന്ന പേരിൽ ഒരാൾ ഇതിന് മറുപടി എഴുതിയിരുന്നു. അത് അബ്ദുസലാം സുല്ലമി പേര് മാറ്റി എഴുതിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ ഒരാള് സെൽസബിയിൽ വിമർശനം എഴുതി എന്നതല്ലാതെ വേറെ ആരും അദ്ദേഹത്തെ അന്ധവിശ്വാസിയായി മുദ്ര കുത്തുകയോ ഖുറാഫാത്ത് പ്രചരിപ്പിക്കുകയാണെന്ന് പെരുമ്പറയടിക്കുകയോ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഓരോ വിഷയവും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ഉസ്മാൻ ഡോക്ടറുടെ ഈ ലേഖനത്തിൽ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോയിട്ട് ഇത് പഠിക്കണം, മനസ്സിലാക്കണം എന്താണ് ഈ വസ്തുത എന്ന് നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ വേണ്ടി. ഇനി സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ജിന്ന് എന്ന് പറഞ്ഞൊരു വർഗം തന്നെ. ജിന്നില്ല എന്നല്ലേ നമ്മൾ ഇത്ര കാലം പറഞ്ഞ്. ഇപ്പൊ എവിടുന്ന് ഇപ്പൊ ജിന്നും കൊണ്ട് കീഞ്ഞത്? ചില ആളുകൾ ചോദിക്കാം, ആരാണ് ജിന്നില്ല എന്ന് പറഞ്ഞ്? മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. അമാനി മൗലവിയുടെ പരിഭാഷ 2-ാം വാളിൽ എടുത്തു നോക്ക്. ജിന്നിനെ നിഷേധിക്കുന്ന CN മൗലവിക്ക് പേജുകൾ കണക്കിന് മറുപടി എഴുതിയ ഒരു വ്യാഖ്യാനക്കുറിപ്പ് തന്നെ കാണാം. ജിന്നും മനുഷ്യനും. CN മൗലവി ജിന്ന് നിഷേധിച്ചണോ? സലാം സുല്ലമി പറയുന്നത് ഞാൻ നിഷേധിയല്ല. ആ അർത്ഥത്തിലാണെങ്കിൽ ആരും നിഷേധിയല്ല, CN നിഷേധിയല്ല. കാരണം CN എന്താ പറഞ്ഞ ജിന്നുണ്ട്. പക്ഷെ ജിന്ന് എന്ന് പറഞ്ഞ എന്താണ്? അത് മനുഷ്യരിൽപ്പെട്ട ഒരു വർഗമാണ്. ജിന്നും ഇൻസും എന്ന് പറഞ്ഞാൽ കാടൻ, നാടൻ, കാട്ടുവർഗം, കാട്ടുജീവി, ആദിവാസി അങ്ങനത്തെ മനുഷ്യന്മാർക്ക് ജിന്നും, നാട് തുണിയും കുപ്പായൊക്കെ നടക്കണേ നാട്ടിലേക്ക് ഇറങ്ങിയ പരിഷ്കൃതന്മാരായ ആളുകൾക്ക് ഇൻസു എന്നും പറയും. അങ്ങനെ കാടൻ, നാടൻ എന്നിങ്ങനെ മനുഷ്യൻ എന്നതിന്റെ പര്യായമാണ് ജിന്ന് എന്ന് വാദിച്ചുകൊണ്ടാണ് CN പ്രത്യക്ഷപ്പെട്ടത്. എന്ന് മാത്രമല്ല, CN പറഞ്ഞെന്താ വെച്ചാൽ ഭാഷയിൽ ജിന്നിന് കാട്ടാളെന്ന് അർത്ഥമുണ്ട്, ആദിവാസി എന്നർത്ഥമുണ്ട്. മറിഞ്ഞിരിക്കുന്ന മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. അതാണ് ഖുർആനിൽ പ്രയോഗിച്ച ജിന്ന് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ അബ്ദുസലാം സുല്ലമിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജിന്ന് എന്ന വാക്ക് കാട്ടാളനും ബാക്ടീരിയക്കും ഫംഗസിനും ഒക്കെ ഭാഷയിൽ ഉപയോഗിക്കും എന്നാണ്. ഭാഷയിൽ ഉപയോഗിക്കുന്നത് എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്? ഖുർആനിലും ഹദീസിലും വന്ന പല ജിന്നിനെയും മൂപ്പർക്ക് എന്താക്കണം? ബാക്ടീരിയ ആക്കണം, മൂപ്പർക്ക് വൈറസ് ആക്കണം, അതുപോലെ തന്നെ മൂപ്പർക്ക് കാട്ടാളനാക്കണം. അതിന് സൗകര്യത്തിനാണ് ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട്, ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട് നേരത്തെ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ആ പറയുന്ന ഭാഗം ആദ്യമായി നിങ്ങളൊന്ന് കേട്ടോളൂ. ജിന്ന് എന്ന് പറഞ്ഞാൽ കാട്ടാളനാണ്, ഫംഗസ് ആണ്, ബാക്ടീരിയ ആണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് ആ ഭാഗം കേൾപ്പിച്ചു കൊടുക്കി. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച നിഘണ്ടുവാണ് കാമൂസ്. ആ ലിസാൻ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിക്കൊന്ന് ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്നിൽ തന്നെ പ്രയോഗിക്കുക, വേറെ പദമല്ല. അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോസ്കോപ്പ് നമ്മൾ മൊത്തത്തിൽ പറയും അതിന്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നാ പ്രയോഗിക്കുക, ഹദീസിലൊക്കെ എന്തെന്നാ പ്രയോഗിച്ചത്? ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി. അപ്പോ അറബി ഭാഷയിൽ ജിന്നിന് കാട്ടാളെന്നും ബാക്ടീരിയ എന്നും ഫംഗസ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഭാഷാർത്ഥം എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്? ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ടെന്നതിനെ പറ്റി ഇവിടെ തർക്കമുണ്ടോ? ഖുർആനിലും ഹദീസിലും വന്ന ജിന്ന് എന്ന വാക്കിൽ ആ അർത്ഥം പരിഗണിക്കണോ വേണ്ടേ? അതാ ഇവിടെ തർക്കം. പരിശുദ്ധ ഖുർആൻ 30-ലധികം സ്ഥലത്ത്, ഹദീസിൽ 100-കണക്കിന് സ്ഥലത്ത് ജിന്ന് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എവിടെയൊക്കെയാണ് കാട്ടാളൻ, എവിടെയൊക്കെയാണ് ബാക്ടീരിയ, എവിടെയൊക്കെയാണ് ഫംഗസ്, എവിടെയൊക്കെയാണ് മൈക്രോബ്, അത് ഇയാൾ വിശദീകരിച്ചിട്ടില്ല. ഇയാളുടെ അനുയായികളും വിശദീകരിച്ചിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇല്ലാത്ത ചില വാദങ്ങൾ ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ജിന്നിൽപ്പെട്ട ശൈത്താന് മനസ്സിൽ ദുർബോധനം നടത്താനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. പക്ഷെ ഈ യുക്തിവാദത്തിനെതിരായ ഒരുപാട് ഹദീസുകൾ കാണുകയാണ്. അപ്പൊ എന്താക്കും? അത് ബാക്ടീരിയ ആണ്, ഒന്നുകിൽ വാറോല അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണ്. പക്ഷെ ഇവിടെ പ്രസംഗിച്ച കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് പറഞ്ഞ എന്താണെന്നറിയോ? ആര് പറഞ്ഞു? ഇന്ത്യയിൽ ആരെങ്കിലും പറഞ്ഞോ? കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞോ ജിന്ന് എന്ന ബാക്ടീരിയ? തെളിയിക്കണം ഇവിടെ. അതേസമയത്ത് ഇവിടെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ മടവൂരികൾ തമ്മ തന്നെ ചേർക്കും. അത് ബാക്ടീരിയ തന്നെയാണ്, അത് ബാക്ടീരിയ തന്നെയാണ്, ജിന്ന് തന്നെയാണ്. ജിന്ന് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ തന്നെയാ, ഫംഗസ് തന്നെ, ജിന്നൊന്നുമില്ല. എന്നൊരു കൂട്ടര്. അല്ല, അങ്ങനെ പറയാൻ പാടില്ല, ജിന്ന് എന്ന് പറഞ്ഞ ഒരു വർഗം ഉണ്ട് എന്നൊരു കൂട്ടരും. ഇവരെ തർക്കം മൂക്കണിയിലടക്കാണ്. ജിന്ന് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? കരിമ്പിലാക്കല്ല നിഷേധം ഒന്ന് കേട്ടോളൂ നിങ്ങൾ.
ഏതായാലും അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയത്തിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ആ കൂട്ടത്തിലൊന്ന് ഇത്തരം ഹദീസുകള് എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ചു തന്നെ ഒരധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. അത് അംഗീകരിക്കാൻ നിവൃത്തില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ജിന്നിനെ കുറിച്ച് അബ്ദുസ്സലാം സലഫി ബാക്ടീരിയ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ ഒന്നാമതായി ഇത് പച്ച നുണയാണ്. കാരണം എന്താ, ഈ ആയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ജിന്ന് എന്ന് പദം വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിന് ബാക്ടീരിയ എന്ന അബ്ദുസ്സലാം സലഫിയല്ല കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരെ തെളിയിക്കണം. അങ്ങനെയുണ്ട്. ആരും വിഷയത്തെ അട്ടിമറിച്ചുണ്ടോ? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ ഒരുപാട് ഹദീസുകളിലും ജിന്നി എന്ന് പോലെയുള്ള ധാരാളം ആയത്തുകളിലും ജിന്നി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇയാൾ ബാക്ടീരിയ ആക്കുന്നത്. കണ്ടോ? ആ ഖുർആനിലും ഹദീസിലും വന്ന ജിന്നിനെ അട്ടിമറിക്കാണ് ഇയാള് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. ഇയാൾതാ കൊല്ലൂയ ഇലയ്യ എന്ന ആയത്തിന് എവിടെയാണ് അർത്ഥം പറഞ്ഞത് സലാം സുല്ലമി? അപ്പൊ ആ ആയത്തിന് എങ്ങനെ അർത്ഥം പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലുള്ള നിരവധി ആയത്തുകളാൽ സ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിലുള്ള ജിന്ന്. ആ ജിന്നിനൊപ്പം ബാക്ടീരിയ ആക്കാണെന്നാ പറഞ്ഞ്. പക്ഷെ എന്തായി?